Hi guys, welcome back to my YouTube channel. സോ ഇന്ന് ഫ്രൈഡേ ആണ്. ഞാൻ വെറുതെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ കാനഡ എത്തിയതിന് ശേഷം വ്ളോഗൊന്നും ചെയ്തില്ല. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ വീഡിയോസൊക്കെ മിസ് ചെയ്യുന്നു എന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേ. ഒന്നുമില്ല, ഇന്നിപ്പം ബ്ലാക്ക് ഫ്രൈഡേ ആണ്. അപ്പോൾ US-ലൊക്കെ ഹോളിഡേ ആണ്. അപ്പോൾ കുറച്ച് പണി കുറവുണ്ട് എനിക്കും തരുൺ ചേട്ടനും. അധികം ഒരുപാട് വർക്കില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാശിക്ക് ശരിക്കും ഇന്ന് ഡേ ഹോം ഉണ്ട് കേട്ടോ. ഇന്ന് വെച്ചാൽ ഞങ്ങളവനെ വിടുന്നില്ല. നമുക്കിന്ന് പണിയായതുകൊണ്ട് ഇന്ന് വീട്ടിൽ മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ കാശിക്കുട്ടന് എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ്. പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്, പക്ഷേ പോകാൻ രാവിലെ എണ്ണിച്ച് വരുമ്പോൾ ഭയങ്കര മടിയാണ്. എല്ലാ ദിവസവും ഈ വീട്ടിൽ നടക്കുന്ന ഒരു കാശിനെ ഇപ്പോൾ കാണിച്ചു തരാവേ. കാശി സ്കൂളിൽ പോവാ? ഇന്ന് പോണില്ലേ? എന്താ ഇന്ന് പോവാത്തെ? വേറെ റെഡിയാവും പോവാ. ഇന്ന് പോണില്ലേ? അനുവിന്റെ അടുത്ത് പോയി കളിക്കണ്ടേ ഫ്രണ്ട്സ് കൂടെ? അതെന്താ ഇന്ന് പോവാത്തെ? ഇന്ന് പോവണ്ടേ? ഇന്നിവിടെ സ്ലീപ്പ് ചെയ്യാണോ മക്കള്? അവിടെ പ്ലേ ചെയ്യണോ? Who is that? Who is that? It's Acha. It's Acha? Acha, where is Acha? കാശിനെ കൊണ്ടുവിടാം ഡേ കെയറില്. കാശി ഡേ കെയറിൽ പോവാണേ. സോ മെനി ടോയ്സ് ഉണ്ട് അല്ലേ? കാശി അച്ഛനും അമ്മയ്ക്കും ഒക്കെ ജോലി ഉണ്ട്. മര്യാദക്ക് സ്കൂളിൽ പോയിക്കോ. കാശി പോവാ, റെഡി ആവാം. ഇന്ന് പോണില്ലേ? മടി പിടിച്ച മടിയ. ഇന്ന് പോണം, വേറെ റെഡി ആവടാ. സ്പൈഡർമാൻ ഒന്നും വേറെ റെഡി ആവും. ഡ്രസ് എടുക്ക, ഇവിടെ ഡയപ്പറൊക്കെ മാറ്റാൻ. വാ വാ വാ. അനു വെയിറ്റിംഗ് ഫോർ യു. ഇന്ന് പോണില്ല, ഇന്ന് പോണില്ല പുന്നൻ. അച്ഛ ഓക്കെ വർക്ക് ചെയ്തോളൂ പറയൂ. കാശി ഡിസ്റ്റർബ് ചെയ്യോ ഇവിടെ ഇരുന്ന്? ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യോ? കാശി പോവാം നാളെ. ഇന്ന് പോണം. സ്കൂളിൽ പോണില്ലേ? ഇന്നെന്താ പോകുന്നില്ലാത്തെ? ഇന്നെന്താ നീ പോവാത്തെ? ഇന്നെന്താ കാശി സ്കൂളിൽ പോവാത്തെ? ശരി തണ്ട, അവനെ നമുക്ക് ഡയപ്പറൊക്കെ ഇടിപ്പിച്ചിപ്പോ കൊണ്ടുവിടാം അല്ലേ? ജാക്കറ്റും ഷൂസും ഒക്കെ എടുത്തിട്ട് വരൂ. അതെന്ത് വേണ്ട, ഇന്ന് സ്കൂളുണ്ട്. പിന്നെ നാളെ മറ്റന്നാളും അവധിയാണ്, ഹോളിഡേ. പോവാം. അപ്പൊ എന്ത് ചെയ്യാൻ പോണു കാശി ഇവിടെ ഇരുന്ന്? സ്കൂട്ടർ ഓടിക്കാൻ പോണാ? ആനിമൽസിനൊക്കെ ഇവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ബക്കറ്റിലിട്ടൊന്നും കളിക്കാൻ പറ്റൂല ഇപ്പോ, സ്കൂളിൽ പോണം. അനു ചോദിച്ചു കാശി വരുന്നില്ലേന്ന്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പണിയുടെ കാര്യം തീരുമാനമായല്ലേ? താമത്താമയൊന്നുമില്ല, വേറെ റെഡി ആയിക്കോ. കാശിന് ഏത് ഡ്രസ് ഇട്ടാ പോണേ? ഇന്ന് ഷോപ്പിങ്ങിന് പോയാലോ? നോ, ഇന്ന് സ്നോ ആണല്ലേ കാശി? ഇന്ന് പോകണ്ടല്ലേ? ഇന്ന് ഫുൾ സ്നോ ആണ്. ഇന്ന് സ്നോ ആണോ? സ്നോ ആണോ? സ്നോ ആയിട്ടാണോ കാശി ഇന്ന് സ്കൂളിൽ പോവാത്തെ? പിന്നെന്താ പോവാത്തെ? അനു ചോദിച്ചു കാശി എന്താ വരാത്തെ? കാശി എന്താ കഴിക്കണേ? വാട്ട്? ബ്ലൂബെറിയാ? ഇനി എന്താ വേണ്ടേ? ഐസ്ക്രീം. ഐസ്ക്രീം രാവിലെയാ? ബ്രൗൺ ആണോ? പോപ്ഷിക്കിൾ ആണോ? ഇത് എന്തത്? ഐസ്ക്രീം പോപ്ഷിക്കിളോ? എന്ത് വേഷോ? ഹൈടെക് ഫാഷൻ ആണ്.
കാരണം രാവിലെ ഞാൻ കോളിന് കയറുമ്പോൾ വീഡിയോ ഓൺ ആക്കുമല്ലോ, അപ്പൊ ഇത്ര ഭാഗം എല്ലാരും കാണുള്ളൂ. അപ്പൊ അതിന്റെ മുകളിൽ ഞാനൊരു ടീഷർട്ട് ഇട്ട് താഴെ നൈറ്റി ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. രാവിലെ തന്നെ ഐസ്ക്രീം കഴിക്കും. കാശി ബാ പോവാം, റെഡിയാവും. കഴിച്ചിട്ട് കൊണ്ടുവിടാം. ഇവിടെ ഒക്കെ ഇട്ട് തുടങ്ങി താഴെ. സോറി കടടാ, സോറി കടടാ. അവൻ്റെ ഒരു മുടിയും ട്രെയിൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതെന്താ ലഞ്ച് എന്നറിയോ? പറ. ബീഫ് ഇന്നലെ തന്നെ ഉണ്ടാക്കിയ ബീഫ്, ചോറ്, ചോറ്, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, പുളിശ്ശേരി, ഓംലെറ്റ്. ഇതൊക്കെ ഇന്നും എല്ലാം തിന്നാൻ പറ്റുമോ? ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം നമുക്കെല്ലാം. ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ്. US ഹോളിഡേ പ്രമാണിച്ച് ഞങ്ങൾക്ക് രണ്ടുപേരും കുറച്ച് ഗ്യാപ്പ് ഉണ്ടെന്ന്. അല്ലെങ്കിൽ ഇവിടെ എല്ലാ ദിവസവും എന്താ ഉച്ചയ്ക്ക് കഴിക്കാണ്ടാവാ? എന്താ ദോശ? ഞങ്ങൾ 5 മിനിറ്റ് ബ്രേക്കിന് ഇറങ്ങുന്നു, അരമണിക്കൂറിന്റെ. ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് ദോശ കഴിക്കുന്നു. ദോശ ബീഫ്, അല്ലെങ്കിൽ ദോശ സാമ്പാർ, അല്ലെങ്കിൽ കടല. ഇതൊക്കെ നമ്മളിങ്ങനെ 3-4 ദിവസത്തേക്ക് ഉണ്ടാക്കി വെച്ച് ഇന്നലെ നമുക്ക് സമയമുള്ളത് ചോറുണ്ടാക്കാം. ശരിക്കും പറഞ്ഞാൽ ചോറ് ഉണ്ടാക്കണം വിചാരിച്ചൊന്നും ഉണ്ടാക്കിയതല്ല. ഈ ബീഫ് ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടെ ഉണ്ടാക്കിയ ബീഫ് സൂപ്പറാണ്. അപ്പൊ അത് നമ്മൾ ആ ബീഫ് കഴിച്ചപ്പോൾ നമുക്ക് ചോറ് കഴിക്കാൻ തോന്നി. പിന്നെ കുറച്ച് ആർഭാടമാക്കാന്ന് വിചാരിച്ചു അല്ലേ. അപ്പൊ ഞാൻ വീണ്ടും നൈറ്റിയിലേക്ക് മാറി. ഞാൻ നാട്ടിൽ പോയി വന്നപ്പോൾ ഇവിടെ കുറെ നൈറ്റികൾ കൊണ്ടുവന്നു. ഇപ്പൊ നൈറ്റിയാണ് വീട്ടിലിടുന്നത്. പിന്നെ രാവിലെ എനിക്ക് നൈറ്റി മാറി വേറെ ഡ്രസ്സ് ഇന്ന് ഇവനെ കൊണ്ടുവിട്ടില്ലല്ലോ, അല്ലെങ്കിൽ രാവിലെ ഡ്രസ്സൊക്കെ മാറ്റിയേനെ. ഇപ്പൊ ഇന്ന് കൊണ്ടുവിടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ നൈറ്റിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ ചോറ് ഉണ്ടാക്കുന്നു, ചോറ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതാ ബീഫ് കാണിക്കാമേ. കാരണം ഇന്നലെ ഉണ്ടാക്കി വെച്ച ബീഫാണ്. ഇത് വഴട്ടണം. ഇത് ഫ്രോസൺ ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്ക. ഇത് മെഴുക്ക് വരട്ടണം. ഇതാ ചോറ് ആയിക്കൊണ്ടിരിക്കണം. പപ്പടം ഉണ്ടാക്കണം. അപ്പം നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. കാണിച്ചു തരാം. ഈ വീഡിയോ ഒന്നും മൊത്തം ഫുൾ കുക്ക് ചെയ്യുന്നതും കാണിച്ച് നിങ്ങൾ വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ. അപ്പം നമ്മുടെ ലഞ്ച് എന്തൊക്കെയാണെന്ന് കാണിക്കട്ടെ. നല്ല പാലക്കാടൻ മട്ട. ഇത് മട്ടയാണോ? ഈ നാട്ടിലെ ചോറ് നമ്മൾ വല്ലപ്പോഴേ വെക്കാറുള്ളൂ. പുളിശ്ശേരി, ബീഫും പുളിശ്ശേരിയും തരുണ്ടേണ്ട സ്പെഷ്യലാണ്. പിന്നെ ഇതാ വെജിറ്റബിളായിട്ട് നമ്മുടെ ലേഡീസ് ഫിംഗർ, മെഴുക്ക് പുരട്ടി, പപ്പടം എടുത്തില്ലല്ലോ, വേണ്ട. നല്ല സന്തോഷം. എങ്ങണ്ട്? കുറേ നാളായി നമ്മൾ ഈ ക്യാൻഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഈ ചോറ്, നാട്ടിലെ ഭക്ഷണമാണ് കേട്ടോ. അതെ, ഞങ്ങൾ ആക്ച്വലി വല്ലപ്പോഴും ഉള്ളൂ ഈ വർക്കിംഗ് ഡേയ്സിൽ, അല്ലെങ്കിൽ നമുക്ക് സമയമൊന്നും കിട്ടാറില്ല. ഇതിപ്പോൾ ഇന്ന് നമുക്ക് ഇത്തിരി ഗ്യാപ്പ് കിട്ടിയതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത്. കാശിക്ക് പാല് വേണം, അതിന് വേണ്ടി അകത്ത് പോയി കിടക്കുകയാണ്, ഉറങ്ങാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നാൽ ഞങ്ങൾ ലഞ്ച് കഴിക്കട്ടെ. എന്തോ ചോറ് വേണമെങ്കിൽ ഓടി വാ. ഇതെന്താ നോക്ക്. പപ്പടം. കൊള്ളാമോ? യമ്മി. ചോറ് വേണം നിനക്ക്? ചോറ് വേണ്ടേ? കാശി ചോറ് കഴിക്കാം. നോക്കിത് എന്തൊക്കെയാ പറയൂ. ഇത് എന്തൊക്കെയാ കാശിക്ക് കഴിക്കാന്ന് പറയൂ. ഒരു പച്ചക്കറിയും കഴിക്കൂല, ചിക്കിയും കഴിക്കൂല, മുട്ടയും കഴിക്കൂല. ചോറ് നെയ്യും അല്ലേ? ആണോ? വേണ്ടേ?
ഒന്ന് വേണ്ടേ അതെന്താ ഒന്നും വേണ്ടാത്തേ? ഒന്ന് വേണ്ടേ ചോറ് വേണ്ടേ സ്വത്തിന്? ബാബു ബാബ വെച്ചെന്നാ ചോറ് കഴിക്കോ? കഴിക്കൂലേ? ഇത് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ അമ്മ ഒരു പോപ്സിക്കിൾ തരും. ഗ്രീൻ കളർ പോപ്സിക്കിൾ. ബ്ലൂബെറി, ചോക്ലേറ്റ്, കാൻഡി, ഓറഞ്ച് കാൻഡി. പിന്നെ എന്താ വേണ്ടേ? ആ പിന്നെ water. Which is lion? Yes. That is lion? Okay. Can you identify the zebra, Kashi? Lion കഥ. ഒരു കാട്ടില് ഒരു ലയൺ ഉണ്ടായിരുന്നേ പൊന്നാ. ലയന്റെ പേരെന്തായിരുന്നു? കിട്ടു ലയൺ. കിട്ടു ലയൺ ആണെങ്കിലേ കാട്ടിക്കൂടെ ഇങ്ങനെ പോകുമ്പോ ഉണ്ട് കാശി ലയന്റെ 2 ബേബീസിനെ കണ്ടു. ലയന്റെ ബേബീസിന്റെ പേരെന്താ? ഷുപ്പു. എന്താണ് പേര് ലയന്റെ ബേബീസിന്റെ? ഷുപ്പു. ഷുപ്പു കാട്ടിക്കൂടെ പോവല്ലേ. ഇങ്ങനെ നടന്നതിന് വന്നിട്ട് ഷുപ്പുവിനോട് ചോദിച്ച് കളിക്കുകയാണോ? അപ്പോൾ തന്നെ ഷുപ്പു പറഞ്ഞു കളിക്കുകയാണ്. അവന് ഗുഡ് ബോയ്സ് ആയിട്ടാണോ കളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ അതേ ഗുഡ് ബോയ്സ് ആയിട്ടാണ് കളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അങ്ങനെ ചോറ് കഴിച്ച് കാശിനെ ഉറക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും തിരിച്ച് പണിയിലേക്ക് കടന്നു. നമുക്ക് രണ്ടുപേർക്കും 3 മണി വരെയുള്ള ജോലി. ഞങ്ങൾ ശരിക്കും EST ടൈമിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ 7 തൊട്ട് വൈകിട്ട് 3 മണി വരെയാണ് ജോലി. 3 മണിയാകുമ്പോൾ ജോലി കഴിയും. അപ്പോൾ കാശി അധിക സമയമൊന്നും ഉറങ്ങൂല, ആകെ 1 മണിക്കൂറേ ഉറങ്ങുള്ളൂ. അപ്പം അവൻ എണ്ണീച്ച് വരുന്നതിന് മുമ്പ് ഫുൾ പണിയും തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ ജോലി കഴിഞ്ഞു. ഇനി കുറേ ക്ലീൻ ചെയ്യാനുണ്ട്. ഇവിടെ ഓൾറെഡി ഇരുട്ടായി തുടങ്ങി കേട്ടോ. 3:30 ആയതേ ഉള്ളൂ. പക്ഷേ ഓൾറെഡി വെട്ടമൊക്കെ പോയി തുടങ്ങി. 4-4:30 ആകുമ്പോഴത്തേനും ഫുള്ളി ഇരുട്ടാവും. കുറേ ക്ലീനിങ് ചെയ്യാനുണ്ട്. ഒരാൾ വരുന്നുണ്ട് കാണിക്കാണ്. അതുപോലെ യുവർ ടേൺ കം. Hi guys. With my YouTube അങ്ങനെ എവിടെ പോണു കാശിക്ക്? ഷോപ്പിംഗ് പോണോ? നാളെ ഇന്ന് ഷോപ്പിംഗ് പോവാം. എവിടെയാ പോണ്ടേ ഷോപ്പിങ്ങിന്? എന്താ മേടിക്കണ്ടേ കാശിക്ക്? മാംഗോ ജ്യൂസ്, ഗ്രേപ്സ് ഉണ്ട്. വേറെന്താ മേടിക്കാനല്ലേ? സ്ട്രോബെറി, പിന്നെ ആപ്പിൾ ജ്യൂസ്. കണ്ട എപ്പോഴും ഇങ്ങനെ ആനിമൽസിനെ ഇങ്ങനെ നിരത്തി വയ്ക്കും. പാൻറ് ഇവിടെ കിടക്കണ്. പാൻഡ. ഓസ്ട്രിച്ച്. വേറെന്തല്ല? What is that? Which animal is that, Kashi? It's a dinosaur. Oh my god, you have got a rhinoceros. Yeah. കുറച്ച് കഴിഞ്ഞ് ടി വിയിൽ ഇട്ടാൽ. ഇപ്പൊ പാഷ് പാട്ട് ഡാൻസ് കളിച്ചേ. കാശി എങ്ങനെ പാട്ട് പാടണേ? ഏത്? ഇങ്ങനെ കേൾക്കുന്നില്ല അമ്മയ്ക്ക്. ടി വിയിൽ ഇടണോ? എന്തിടണം? ഇലുമിനാറ്റി ഇടണോ? അപ്പൊ കാശി എങ്ങനെ ഡാൻസ് കളിക്കും? ഇലുമിനാറ്റി ഇടുമ്പോ എങ്ങനെ ഡാൻസ് കളിക്കുക? പൂ തരുമോയോ? ഹേയ് ബനാനെ ഒരു പൂ തരാൻ പോയിട്ടണോ? മക്കൾ ഡാൻസ് കളിക്കാൻ പോവാണോ? അമ്മ തരാം. കാശി ഡാൻസ് കളിക്കാനുള്ള മൂഡിലാണ്. കുറേ എനിക്ക് വൃത്തിയാക്കാനുണ്ട്. ഉച്ചക്കത്തെ പാത്രങ്ങളൊന്നും കഴിയിട്ടില്ല. എന്നും ഇങ്ങനെ കേട്ടോ. ജോലിയെല്ലാം കഴിഞ്ഞിട്ടാണ്. ഇവനുണ്ടാവില്ല. ഇവന് താങ്ക് യു. ഇവനെ വിളിച്ചോണ്ട് വന്നിട്ടാണ് ഞാൻ ക്ലീനിങ് ഒക്കെ തുടങ്ങാറുള്ളത്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യണം. പിന്നെ വൈകിട്ട് നമുക്ക് നോർത്ത് ഈസ്റ്റിൽ പോകണം. ഇന്ന്
കുറേ ഇന്ത്യൻ സാധനങ്ങളൊക്കെ മേടിക്കണം. അതൊക്കെയാണ് മെയിനായിട്ട്. കാശിക്ക് ഇപ്പോൾ ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവനിങ്ങനെ നമ്മളോട് വന്നിട്ട് പറയും ഈ പാട്ട് വെച്ച് കൊടുക്ക്, ആ പാട്ട് വെച്ച് കൊടുക്കുന്നൊക്കെ. ഏറ്റവും ഇഷ്ടം ഇലുമിനാറ്റി, പിന്നെ കാത്തുമേലെ, വാഴയിലെ, ഹേ ബനാനെ ഒരു പൂ തരാമോ. ശരിക്കും ക്ലിയർ ആവുമൊന്നുമില്ല, എന്നാലും ഈ പാട്ടൊക്കെ കേട്ട് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ എത്ര നേരം വേണമെങ്കിലും ഡാൻസ് കളിച്ചിരുന്നോളും. ഇപ്പോൾ യൂഷ്വലി എന്നും വൈകിട്ട് ഇതേപോലെ ഏതെങ്കിലും പാട്ടൊക്കെ വെച്ച് കൊടുത്ത് അവൻ ഡാൻസ് കളിക്കും, ഞങ്ങൾ ഞങ്ങളുടെ ജോലികൾ ചെയ്യും. അങ്ങനെയാണ് പതിവ്. കാശി എങ്ങനെ കാശ് ഡാൻസ് ചെയ്യുമ്പോൾ നമ്മളും കൂടെ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ അവന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ കുറേ നേരം നിർത്താണ്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനും എൻ്റെ ജോലിയുടെ ഇടയ്ക്ക് അവൻ്റെ കൂടെ കൂടാറുണ്ട്. ഞാനിതൊക്കെ ആക്ച്വലി ഈ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പാട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഹായ് ഗായ്സ്, അങ്ങനെ വൈകുന്നേരമായി. എടാ ഹായ് ഗൈസ് എന്ന് എപ്പോഴും വെൽക്കം ടു യൂട്യൂബ് ചാനൽ നല്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി. കുറേ പരിപാടി ഉണ്ട്. നമുക്ക് നോർത്ത് ഈസ്റ്റിൽ പോകണം. ഇവിടെ നോർത്ത് ഈസ്റ്റിലാണ് യുവർ ടേൺ കം ഇന്ത്യൻ സാധനങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെ മേടിക്കണം കാശി? വേർ ആർ വി ഗോയിങ്? ഷോപ്പിംഗ്. എന്താ ഷോപ്പ് ചെയ്യണ്ടേ? ബ്ലൂബെറിയാ? ആ പിന്നെ ആ ഞങ്ങളിവിടെ ഷോപ്പിംഗ് പറഞ്ഞ അപ്പ കാശിക്ക് ബ്ലൂബെറി വേണം, സ്ട്രോബെറി വേണം. അവന്റെ വിചാരത്തിൽ ഷോപ്പ് ചെയ്യുന്നത് അവന് വേണ്ടിയിട്ടാണ്. ഒന്നുമില്ല, ഒന്നും വാങ്ങാനല്ല പോകുന്നത്. ഇവിടെ അരിയും ഗോതമ്പൊടിയും മാവൊക്കെ മേടിക്കാനാണ് പോകുന്നത്. അപ്പൊ ഞങ്ങളിത് ഇറങ്ങാണ്. ഇവിടെ ശരിക്കും 6 മണി ആയിട്ടേ ഉള്ളൂ, പക്ഷെ നല്ല ഇരുട്ടി. അപ്പൊ ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കിയാണ്. അപ്പൊ നമ്മളിതാ ഷോപ്പിങ്ങിന് പോകാനായിട്ട് ഇറങ്ങി. ഭയങ്കര തണുപ്പാണ്. കാശി സ്നോ തണുക്കുന്നാ? ആ ചോക്കെ ചോക്കെ. 6:30 ആയിട്ടേ ഉള്ളൂ, പക്ഷെ ഫുൾ ഇരുട്ടി. വിന്റർ ആയാലും എപ്പോഴും ഇങ്ങനെയാണ്. പിന്നെ നോക്കിയാൽ കുറേ സ്നോ കാണാം. റോഡ് ഫുൾ സ്നോ ആണ്. ഭയങ്കര തണുപ്പാണ്. മുരിങ്ങിക്ക വേണം എൻ്റെ 2 കൂടി. നല്ല ഫ്രഷ് മുരിങ്ങിക്ക. ഏത് മതി? 2 മതി. ആ വരുന്നു, അമ്മ വരുന്നു. എന്താ നമ്മളിങ്ങനെ കവറിലൊക്കെ ഇടാവോ? കണ്ട കാശി? അയ്യോ ക്രാബിനെ കണ്ട? പോയി നോക്കിട്ടോ, ക്രാബിനെ നോക്ക്. പോയി നോക്കിട്ടോ, പിടിക്കല്ലേ, കടിക്കുവേ. പക്ഷെ ഇത് കടലിലാണ്, ബ്ലൂ കളറാണ്. സോ നമ്മൾ അടുത്ത ഇന്ത്യൻ സ്റ്റോറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും ശ്രീലങ്കൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ സ്റ്റോറാണ് കേട്ടോ. നമ്മുടെ എല്ലാ മലയാളി ഐറ്റംസും ഇവിടെ കിട്ടും. വിനായക. ചോറ്, അരി, കൊച്ചു പാക്കറ്റ് ഉണ്ട്. അയ്യോ എല്ലാം ഓരോ പാക്കറ്റ് വെച്ച് പോരട്ടെ. എന്താ കാശിയത്? ലോലിപ്പോപ്പ് കിട്ടിയാ? സ്ട്രോബെറി ലോലിപ്പോപ്പ് ആണ്. ഗുഡ്. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അല്ലേ കാശി? നമ്മൾ ഇതൊന്നും എടുക്കുന്നില്ലേ? പൊട്ടിച്ചേരാം കാശി അടുത്തെടുത്താ?
അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. വരുന്ന വഴി കഴിക്കാനായിട്ട് ഒരു ബർഗർ വാങ്ങിച്ചു. Sleepy? No. No? And eat. No? Eat. Eat ചെയ്യണോ? എന്ത്? And eat. എന്ത്? And eat. ഇതാ അവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസ്. No, I'm not eating. I'm not eating. ഫ്രൈഡേ വൈകുന്നേരമായ നമുക്ക് പിന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഒന്ന് ലേറ്റായിട്ട് കിടന്നാൽ മതി. യൂഷ്വലി നമ്മളൊരു 9:30 ആകുമ്പോൾ കിടക്കൂട്ടോ. രണ്ടാൾക്കും 7 മണിക്ക് ജോലിക്ക് കയറണം. അപ്പോൾ ഒരു 6:30 ആകുമ്പോഴെങ്കിലും എണീക്കണം. നാളെ മറ്റന്നാളും ജോലി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നൊരു സിനിമയെ കണ്ടിരിക്കും. എല്ലാ ഫ്രൈഡേസും ഇങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ രാത്രി ഒരു സിനിമയെ കണ്ട് കുറേ ലേറ്റായിട്ടാണ് ഉറങ്ങാറ്. അവനെ നിർബന്ധിക്കാറില്ല. അവന് ഉറക്കം വരുമ്പോൾ ഉറങ്ങട്ടെ എന്ന് വിചാരിക്കും. I got the pink. Please subscribe Please subscribe my channel. my channel. Thank you. Thank you പറ. Thank you. Please Do yes. do like, Please do like, share, share, പിന്നെന്താ ലൈക്ക് ഷെയർ ചെയ്യുക. പിന്നെന്താ ചെയ്യണ്ടേ? share. കമന്റ് ചെയ്യുക. Come on, dear. താങ്ക് യു. താങ്ക് യു പറ. Thank you. See you on another video. പറയൂ. Thank you. And video. ആലോചിച്ചു Baba. ആലോചിച്ചു. Baba. Baba. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ കാശി പറഞ്ഞ പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.